വേൾഡ് വൈഡായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ ലിസ്റ്റിൽ മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നതാണ് ബവൽ ക്യാൻസർ. ബവൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറാണ്. ഈ ഒരു ക്യാൻസർ തടയാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോസിബിൾ ആണെന്നുള്ള കാര്യം റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസർ തടയാൻ എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ക്യാൻസർ തടയാൻ പല വഴികളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുടലിനെ ബാധിക്കുന്ന ക്യാൻസർ തടയാൻ ഓരോ ദിവസം 1 ഗ്ലാസ് പാല് എക്സ്ട്രാ കുടിച്ചാൽ മതി എന്നാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. ഇത് ഡയറ്റും ന്യൂട്രീഷനെ കുറിച്ചും ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ സ്റ്റഡീസിലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീൻ്റെ ഫൈൻഡിംഗ് ആണ് ഇപ്പോൾ പറയുന്നത്. ഒരു ദിവസം 1 ഗ്ലാസ് പാല് നിങ്ങൾ എക്സ്ട്രാ കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 300 മില്ലിഗ്രാം കാൽഷ്യം എക്സ്ട്രാ നമുക്ക് കിട്ടും. ഈ കാൽഷ്യത്തിനാണ് ബവൽ ക്യാൻസർ തടയാനുള്ള കഴിവുണ്ടെന്നുള്ളത് ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയത്. ഇനി ബവൽ ക്യാൻസർ തടയാനുള്ള കഴിവെന്ന് പറയുന്നത് 17% വരെയാണ്. 17% എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ നമ്പറേ അല്ല. കാൽഷ്യം എന്ന് കേൾക്കുമ്പോൾ അധികം ആൾക്കാർക്കും പേടിയാണ്. കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നവർക്ക് മൂത്രത്തിൽ കല്ല് വരുമോ, കിഡ്നി സ്റ്റോൺ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് അധികം ആൾക്കാരും ചിന്തിക്കുന്നത്. കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ കാൽഷ്യം കിട്ടുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഡയറി പ്രൊഡക്ട്സിലും, അതായത് പാൽ ഉൽപ്പന്നങ്ങളിലും കാൽഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അത് പശുവിൻ്റെ പാലാവാം, ബട്ടർ ആവാം, ചീസ് ആവാം. പക്ഷെ ഡയറി ഫുഡിൽ മാത്രമല്ല, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്കും കാൽഷ്യം എളുപ്പത്തിൽ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതിനുവേണ്ടി കൂടുതൽ കഴിക്കേണ്ടത് പച്ചക്കറികളാണ്. വെജിറ്റബിൾസ് കഴിക്കണം. ഇലക്കറികൾ കൂടുതൽ കഴിക്കേണ്ടതാണ്. ചീരയിൽ കാൽഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചീരയിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം നമുക്ക് ഫുള്ളായിട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നട്ട്സിൽ നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഫിഷ് കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ചെറിയ മത്സ്യം കഴിക്കുന്നവർക്ക്, ഫിഷിന്റെ മുള്ളോട് കൂടി കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ഫിഷ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫിഷിലെല്ലാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി പശുവിൻ പാലിൽ മാത്രമല്ല, സോയ് മിൽക്കിൽ, ആൽമണ്ട് മിൽക്ക്, ഇത്തരത്തിലുള്ള മിൽക്കിലൊക്കെ കാൽഷ്യം ആഡ് ചെയ്തിട്ട്, അതായത് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിലും കാൽഷ്യം അടങ്ങിയിട്ടുണ്ടാവും. ഈ സ്റ്റഡിയുടെ ഓതർ ഡോക്ടർ കാരൻ പാപ്പിയർ ആയിരുന്നു. ഡോക്ടർ കാരൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സീനിയർ എപ്പിഡമിയോളജിസ്റ്റ് ആണ്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചത് ഏകദേശം 5,40,000-ലും കൂടുതൽ സ്ത്രീകളെയായിരുന്നു. 1-2 വർഷമല്ല, 17 വർഷമാണ് ഈ സ്റ്റഡി നീണ്ടു നിന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന 97 ഡിഫറെൻറ്റ് വെറൈറ്റി ഭക്ഷണവും ഡയറ്റും ന്യൂട്രിയൻസും ഡ്രിങ്ക്സും ഒക്കെയാണ് ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഈ സമയം കൊണ്ട് കഴിച്ചതും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കോളോറെക്ടൽ ക്യാൻസർ വരുന്നതിൻ്റെ റിസ്ക്കും ഒബ്സർവ് ചെയ്തത്. കോളൻ ക്യാൻസറും കോളോറെക്ടൽ ക്യാൻസറും ഒക്കെ ബവൽ ക്യാൻസറിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ബവൽ ക്യാൻസർ എന്ന് പറയുന്നത് വേൾഡ് വൈഡായി 3ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഏറ്റവും കോമൺ ക്യാൻസേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓരോ വർഷം ബവൽ ക്യാൻസർ ബാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോകമൊട്ടാകെ ഏകദേശം 20 ലക്ഷത്തിൻ്റെ അടുത്താണ്. അതിൽ 10 ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാർ മരണപ്പെടുന്നുമുണ്ട്. 20 ലക്ഷം എന്ന് പറയുന്നത് 2040 ആകുമ്പോഴത്തേക്കും ഏകദേശം 32 ലക്ഷം ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബവൽ ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മരണനിരക്ക് കൂടുതലാണെന്നുള്ളതാണ്. ബവൽ ക്യാൻസർ ബാധിച്ചിട്ടുള്ള പകുതി, അതായത് 50% ആൾക്കാർക്കും മരണം 5 വർഷത്തിനുള്ളിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും എക്സസൈസ് ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലെല്ലാം യങ്സ്റ്റേഴ്സിൽ, അതായത് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും ബവൽ ക്യാൻസർ ഒരു കോമൺ ഡയഗ്നോസിസായി മാറുന്നുണ്ട്. ക്യാൻസർ തടയാൻ പല വഴികളും ഉണ്ട്. ബവൽ ക്യാൻസറിന്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയാണെങ്കിൽ, കുറച്ചും കൂടി ഹെൽത്തി ആക്കുകയാണെങ്കിൽ ബവൽ ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കും. പക്ഷെ അതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും എക്സ്ട്രാ 1 ഗ്ലാസ് പാല് കുടിക്കുക എന്നുള്ളത്. ഇതേ സ്റ്റഡിയിൽ പറയുന്നത് 50%-ലും കൂടുതൽ കോളോറെക്ടൽ ക്യാൻസേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിന് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അത്യാവശ്യമാണ്. ഇനി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പാല് കുടിക്കുന്നതിന് പുറമെ വേറെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡി വെയിറ്റ് നോർമൽ റേഞ്ചിൽ തന്നെ നിലനിർത്തണം. ഓവർ വെയിറ്റിലേക്കോ ഒബീസിറ്റിയിലേക്കോ പോവാതെ നോക്കേണ്ടതാണ്. ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ്. അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിലുമാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലൊന്നും ഫൈബർ ഉണ്ടാവില്ല. പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണത്തിൽ മാത്രമേ നമുക്ക് ഫൈബർ കിട്ടുള്ളൂ. പ്രോബയോട്ടിക്സ് വളരെ നല്ലതാണ്. ഓരോ ദിവസം മിനിമം 200 മുതൽ 300 ഗ്രാമെങ്കിലും, അതായത് 1/4 കിലോയിൽ കൂടുതൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ട് കഴിക്കേണ്ടതാണ്. ഇത് ഒരു നേരം തന്നെ കഴിക്കണമെന്നില്ല, ഡിവൈഡ് ചെയ്ത് 3 നേരമാക്കി കഴിക്കാം.
പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം, അതായത് പാക്കറ്റിൽ കിട്ടുന്ന ജങ്ക് ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയാണ് റെഡ് മീറ്റ് കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, മട്ടൺ, പോർക്ക് ഇതൊക്കെയാണ്. വല്ലപ്പോഴും 100-200 ഗ്രാം കഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എല്ലാ ദിവസവും റെഡ് മീറ്റ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. സ്റ്റഡിയിൽ റെഡ് മീറ്റ് മാത്രം കുറയ്ക്കണമെന്നല്ല പറയുന്നത്, പ്രോസസ്ഡ് മീറ്റും കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫ്രോസൺ മീറ്റ് കാണാം. അത് ചിക്കൻ ആവാം, ഫിഷ് ആവാം, ബീഫ് ആവാം, റെഡ് മീറ്റ് ആവാം. ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് മീറ്റ് കൂടുതൽ കാലം നിലനിർത്താൻ വേണ്ടി അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും, സോൾട്ട് ആഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് മീറ്റ് കഴിക്കുന്നതിനനുസരിച്ചും ബവൽ ക്യാൻസറിന്റെ റിസ്ക് കൂടുന്നതാണ് ഈ സ്റ്റഡിയിൽ പറയുന്നത്. അതേപോലെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്മോക്കിങ്ങും ആൽക്കഹോളും. ഇതേ സ്റ്റഡിയിൽ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മദ്യപിക്കുന്നതിനനുസരിച്ച് ബവൽ ക്യാൻസറിന്റെ റിസ്ക് കൂടി വരുന്നതാണ്. ഒരു വലിയ ഗ്ലാസ് വൈനിൽ ഏകദേശം 20 ഗ്രാമിന്റെ അടുത്ത് ആൽക്കഹോൾ ഉണ്ടാവും. ഇത്രയും ആൽക്കഹോൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരാൾക്ക് ബവൽ ക്യാൻസർ വരുന്നതിന്റെ റിസ്ക് 15% കൂടുന്നു ഈ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും 30 ഗ്രാം റെഡ് മീറ്റോ അല്ലെങ്കിൽ പ്രോസസ്ഡ് മീറ്റോ കഴിക്കുകയാണെങ്കിൽ ഇത് കാരണം മാത്രം ബവൽ ക്യാൻസർ വരുന്നതിന്റെ റിസ്ക് 8% കൂടാന്ന് ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സ്ത്രീകളായിരുന്നു. സ്ത്രീകളെല്ലാവരും പോസ്റ്റ് മെനോപോസൽ ഗ്രൂപ്പിലുള്ളവരായിരുന്നു. പക്ഷേ ഡോക്ടർ പാപ്പിയർ പറയുന്നത് ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പുരുഷന്മാർക്കും യങ് അഡൽസിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആണെന്നാണ്. ഇനി എങ്ങനെയാണ് കാൽഷ്യം കോളറക്ടൽ ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കാൽഷ്യം വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ബൈൽ ആസിഡായിട്ടും ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ടും ബൈൻഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ബൈൽ ആസിഡ്സിന്റെയും ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെയും അളവ് കോളനിൽ കുറയ്ക്കുന്നതിനനുസരിച്ച് തന്നെ കോളറക്ടൽ ക്യാൻസറിന്റെയും റിസ്ക് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. അവസാനമായി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇത് എല്ലാ തരത്തിലുള്ള ക്യാൻസറും പ്രിവെന്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ബവൽ ക്യാൻസർ ഉൾപ്പെടെ. ഈ സ്റ്റഡീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നേച്ചറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ആർട്ടിക്കിളിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി നിങ്ങളിൽ കുറേ പേര് ഇപ്പോൾ ഓൾറെഡി കാൽഷ്യം ടാബ്ലറ്റ്സ് ഡെയിലി കഴിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ കാൽഷ്യം ടാബ്ലറ്റ്സ് നിർത്തണമെന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം പുതിയതായി കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കണമെന്ന് താല്പര്യമുള്ളവർ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബ്ലഡ് യൂറിയ, ക്രിയാറ്റിനിൻ, സോഡിയം, പൊട്ടാഷ്യം ഇതിൻ്റെയൊക്കെ ലെവൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കാം. കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനെ കൊണ്ടല്ല യൂറിൻ സ്റ്റോൺ ഉണ്ടാകുന്നത്, നേരെ മറിച്ച് ഓക്സലേറ്റിന്റെ അളവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറയുന്നത് കാരണമാണ്. നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന സ്റ്റോൺസ് മോസ്റ്റ്ലി കാൽഷ്യം ഓക്സലേറ്റിന്റെയും സോൾട്സ് ആണ്. കാൽഷ്യം കൂടിയാലും പ്രശ്നമാണ്, ഓക്സലേറ്റ് കൂടിയാലും പ്രശ്നമാണ്. ഇതിന്റെ രണ്ടിന്റെയും ബാലൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് സ്റ്റോൺ വരുമോ ഇല്ലേ എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ മറ്റൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ബവൽ ക്യാൻസർ, പ്രത്യേകിച്ചും കോളൻ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് 3 വർഷം കൂടുമ്പോഴെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ളവർക്ക് ഡയറ്റിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ബവൽ ക്യാൻസർ 20% വരെ തടയാൻ പറ്റുന്നതാണ് ഈ സ്റ്റഡിയിൽ പറയുന്നത്. ക്യാൻസർ പ്രിവെൻഷനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി, നിങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നോക്കി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല, നിങ്ങൾക്ക് ഡോഫോഡിയിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസും ബുക്ക് ചെയ്യാവുന്നതാണ്. ബവൽ ക്യാൻസർ മാത്രമല്ല മറ്റു തരത്തിലുള്ള ക്യാൻസേഴ്സും നമുക്ക് തടയാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.